ഹായ് ഗായ്സ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കെൽവിൻ സ്കെയിലിൽ നിന്ന് സെൽഷ്യസ് സ്കെയിലിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം ഒരു ടെമ്പറേച്ചറിനെ. ദാറ്റ് ഈസ് കൺവേർഷൻ ഫ്രം കെൽവിൻ സ്കെയിൽ ടു സെൽഷ്യസ് ആൻഡ് ഫ്രം സെൽഷ്യസ് ടു കെൽവിൻ സ്കെയിൽ. സോ ഫസ്റ്റ് തന്നെ നമുക്ക് ആദ്യം എങ്ങനെ ഒരു കെൽവിൻ സ്കെയിലിൽ നിന്ന് സെൽഷ്യസ് സ്കെയിലിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന് നോക്കാം. ഹൗ ടു കൺവേർട്ട് കെൽവിൻ സ്കെയിൽ ടു സെൽഷ്യസ് സ്കെയിൽ. അപ്പോൾ അതിനുള്ളൊരു ഫോർമുലയാണ് ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഈക്വൽ ടു കെൽവിൻ മൈനസ് 273. നമുക്ക് എന്ത് വേണം? സെൽഷ്യസിലുള്ള ഒരു ടെമ്പറേച്ചർ വേണം. നമ്മുടെ കയ്യിൽ എന്തുണ്ട്? കെൽവിനിലുള്ള ഒരു ടെമ്പറേച്ചർ ഉണ്ട്. നമുക്കതിനെ സെൻറ്റിഗ്രേഡിലേക്ക് അല്ലെങ്കിൽ സെൽഷ്യസ് സ്കെയിലിലേക്ക് മാറ്റണം. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ആദ്യം നോക്കാം. എക്സാമ്പിൾ 1 നോക്കുക. 273 കെൽവിൻ, ദാറ്റ് ഈസ് 273 കെൽവിൻ ആണ് കയ്യിലുള്ളത്. അതിനെ എന്താക്കി കൺവേർട്ട് ചെയ്യണം? ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഫോർമുല കയ്യിലുണ്ട് അല്ലേ? ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആക്കാനുള്ള ഫോർമുലയാണ് ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഈക്വൽ ടു കെൽവിൻ മൈനസ് 273 എന്ന് പറയുന്നത്. കെൽവിൻ എത്രയാണ് ചോദ്യത്തിൽ തന്നിരിക്കുന്നത്? 273 കെൽവിൻ. ആ 273 തന്നിരിക്കുന്നത് നമ്മൾ ആ കെൽവിൻ്റെ പൊസിഷനിൽ ഇട്ട് കൊടുക്കുക. 273 മൈനസ് 273 ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ഇങ്ങനെയാണ് ഈ ഫോർമുല വെച്ചിട്ട് നമുക്ക് എളുപ്പമായിട്ട് കെൽവിൻ സ്കെയിലിൽ നിന്ന് സെൽഷ്യസ് സ്കെയിലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുക. ഒന്നും കൂടി പറയുകയാണ്, ഫോർമുല ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. ഫോർമുല ടു കൺവേർട്ട് ഫ്രം കെൽവിൻ ടു സെൽഷ്യസ് സ്കെയിൽ ഇസ് ഡിഗ്രി സെൻറ്റിഗ്രേഡ് വിൽ ബി ഈക്വൽ ടു കെ മൈനസ് 273. ഈ ഫോർമുല നന്നായി പഠിച്ചു വയ്ക്കുക. എന്നിട്ട് തന്നിരിക്കുന്ന ടെമ്പറേച്ചർ കെൽവിനിൽ എത്രയാണോ അത് ആ കെയുടെ പൊസിഷനിൽ ഇട്ട് കൊടുക്കുക. 273 തന്നതുകൊണ്ട് ഈ കേസിൽ 273 ഇട്ട് കൊടുത്തു. എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്തു. 273 മൈനസ് 273 എന്ന് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഉത്തരം എന്ത് കിട്ടി? 0 ഡിഗ്രി സെൻറ്റിഗ്രേഡ് എന്ന് കിട്ടി. സോ അവർ ആൻസർ വിൽ ബി 0 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. സോ നമുക്ക് 2 എക്സാമ്പിൾസും കൂടി ചെയ്തിട്ട് ഹൗ ടു കൺവേർട്ട് ഫ്രം കെൽവിൻ സ്കെയിൽ ടു സെൽഷ്യസ് സ്കെയിൽ എന്നുള്ളത് മനസ്സിലുറപ്പിക്കാം. സോ ഫോർമുല ഒന്നും കൂടി പറയാണ്. ഡിഗ്രി സെൻറ്റിഗ്രേഡ് വിൽ ബി ഈക്വൽ ടു കെൽവിൻ മൈനസ് 273. കയ്യിലുള്ളത് കെൽവിൻ ടെമ്പറേച്ചർ ആണ്. അതിനെ നമുക്ക് സെൽഷ്യസ് സ്കെയിലിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന കെൽവിൻ ടെമ്പറേച്ചറിനെ കെയുടെ പൊസിഷനിൽ ഇടുക, എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം സെൽഷ്യസ് ഡിഗ്രി സെൻറ്റിഗ്രേഡിലുള്ള ഉത്തരമായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. സോ രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കുക. കൺവേർട്ട് 293 കെൽവിൻ ടു ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ഫോർമുല എന്താണ്? ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഈക്വൽ ടു കെൽവിൻ മൈനസ് 273. ഇനി നമ്മുടെ ചോദ്യം തന്നിരിക്കുന്നത് എത്രയാണ്? കെൽവിൻ ടെമ്പറേച്ചർ തന്നിരിക്കുന്നത് 293 കെൽവിൻ ആണ്. അപ്പോൾ നമ്മൾ ആ കെയുടെ പൊസിഷനിൽ എന്ത് ഇട്ട് കൊടുത്തു? 293 ഇട്ട് കൊടുത്തു. 293 മൈനസ് 273 ദാറ്റ് വിൽ ബി ഈക്വൽ ടു 20 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. അപ്പോൾ 293 ദാറ്റ് ഈസ് 293 കെൽവിൻ എന്ന് വെച്ചാൽ എത്ര ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്? അല്ലെങ്കിൽ എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. തന്നിരിക്കുന്ന ഫോർമുല നന്നായി പഠിക്കുക. കെൽവിൻ്റെ സ്ഥലത്ത് തന്നിരിക്കുന്ന ടെമ്പറേച്ചർ ഇട്ട് കൊടുക്കുക. വളരെ എളുപ്പമാണ് കണ്ടുപിടിക്കാൻ. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കെൽവിൻ ടെമ്പറേച്ചർ 293 ആണ്. സോ 293 മൈനസ് 273 ദാറ്റ് വിൽ ബി ഈക്വൽ ടു 20 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ചുരുക്കി പറഞ്ഞാൽ 293 കെൽവിൻ ദാറ്റ് ഈസ് 293 കെൽവിൻ വിൽ ബി ഈക്വൽ ടു 20 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ഒന്നും കൂടി ഒരു എക്സാമ്പിളും കൂടി നോക്കാം. ഇതോടൊപ്പം തന്നെ ഫോർമുല നന്നായി പഠിക്കുക, ബൈ ഹാർട്ട് ആക്കുക. കെൽവിൻ സ്കെയിലുള്ള ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, ഡിഗ്രി സെൻറ്റിഗ്രേഡിലേക്ക് മാറ്റണം. കെൽവിൻ സ്കെയിലുള്ള എത്രയാണ് തന്നിരിക്കുന്നത് ഈ ക്വസ്റ്റ്യനിൽ? 470 കെൽവിൻ. അതാണ് നമുക്ക് തന്നിരിക്കുന്ന ടെമ്പറേച്ചർ. അതിനെ ഡിഗ്രി സെൻറ്റിഗ്രേഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഫോർമുല ആദ്യം തന്നെ ഓർക്കണം. ഡിഗ്രി സെൻറ്റിഗ്രേഡ് വിൽ ബി ഈക്വൽ ടു കെൽവിൻ മൈനസ് 273. ഡിഗ്രി സെൻറ്റിഗ്രേഡ് വിൽ ബി ഈക്വൽ ടു കെൽവിൻ മൈനസ് 273. കെൽവിൻ സ്കെയിൽ ടെമ്പറേച്ചർ എത്രയാണ് തന്നിരിക്കുന്നത്? 470 കെൽവിൻ. സോ 470 കെൽവിൻ മൈനസ് 273 വിൽ ബി ഈക്വൽ ടു 197. അതെത്ര? ഏത് ഡിഗ്രിയിലുള്ളത്, ഏത് സ്കെയിലുള്ള ടെമ്പറേച്ചറാണ് നമുക്കിപ്പോൾ കിട്ടിയത്? ഡിഗ്രി സെൻറ്റിഗ്രേഡ് അല്ലെങ്കിൽ ഡിഗ്രി സെൽഷ്യസിലുള്ള സ്കെയിലിലുള്ള ടെമ്പറേച്ചറാണ് നമുക്കിപ്പോൾ ഈ ഫോർമുല വെച്ച് ചെയ്തപ്പോൾ കിട്ടിയത്. സോ 470 കെൽവിൻ തന്നു. 470 കെൽവിനെ കെയുടെ പൊസിഷനിൽ ഇട്ട് കൊടുത്തു, ചെയ്തു. 470 കെൽവിൻ മൈനസ് 273 വിൽ ബി ഈക്വൽ ടു 197 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. അപ്പോൾ ഏറ്റവും എളുപ്പം ഓർത്ത് വെക്കേണ്ട ഫോർമുലയാണ്. ഈ ചോദ്യം വന്നാൽ ചെയ്യാൻ ആദ്യം ഓർക്കേണ്ടത് ഫോർമുലയാണ്. എങ്ങനെയാണ് ഡിഗ്രി സെൻറ്റിഗ്രേഡിലേക്ക് ആക്കാൻ പറ്റുക? തന്നിരിക്കുന്ന കെൽവിൻ ടെമ്പറേച്ചർ മൈനസ് 273 ചെയ്യുക. ആ കിട്ടുന്ന ഉത്തരമാണ് ഡിഗ്രി സെൽഷ്യസിലുള്ള നമ്മുടെ കൺവേർട്ടഡ് ടെമ്പറേച്ചർ സ്കെയിൽ. ഓക്കെ, ദാറ്റ് ഈസ് ഡിഗ്രി സെൻറ്റിഗ്രേഡ് വിൽ ബി ഈക്വൽ ടു കെ മൈനസ് 273. സോ ഇനി അടുത്തത്
നമുക്ക് എന്ത് വേണം? ഇതുപോലെ തന്നെ തിരിച്ച് കൺവേർട്ട് ചെയ്യണം. സെൽഷ്യസ് സ്കെയിലിൽ നിന്ന് കെൽവിൻ സ്കെയിലിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇതുപോലെ തന്നെ മുമ്പ് ചെയ്ത പോലെ തന്നെ ആ ഫോർമുലേനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ടു. അപ്പോൾ എനിക്ക് വേറൊരു ഫോർമുല കിട്ടി. കെൽവിൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല കിട്ടി. Kelvin will be equal to degree centigrade plus 273. Kelvin is equal to degree centigrade plus 273. എന്ന് വെച്ചാൽ ഈ കേസിൽ നമുക്ക് ഏത് സ്കെയിലിലെ ടെമ്പറേച്ചർ ആയിരിക്കും തന്നിട്ടുണ്ടാവുക? സെൽഷ്യസ് സ്കെയിലുള്ള ടെമ്പറേച്ചർ ആവും തന്നിട്ടുണ്ടാവുക. അപ്പോൾ കെൽവിനിലേക്ക് മാറ്റാൻ പറയും. അപ്പോൾ എന്ത് വേണം? തന്ന ഡിഗ്രി സെൽഷ്യസിലുള്ള ടെമ്പറേച്ചറിനെ ഡിഗ്രി സെൻറ്റിഗ്രേഡിൻ്റെ പൊസിഷനിൽ ഇട്ട് കൊടുക്കുക, പ്ലസ് 273 ചെയ്യുക. സോ വി വിൽ ഗെറ്റ് ആൻ ആൻസർ. ആൻഡ് ആ ആൻസർ കെൽവിൻ സ്കെയിലുള്ള നമ്മുടെ ടെമ്പറേച്ചർ ആയിരിക്കും. നമുക്ക് നോക്കാം, ഒന്നും കൂടി പറയാം. കെൽവിൻ സ്കെയിലിലെ ടെമ്പറേച്ചർ കിട്ടാൻ കെ, ദാറ്റ് ഇസ് കെ വിൽ ബി ഈക്വൽ ടു ഡിഗ്രി സെൻറ്റിഗ്രേഡ് പ്ലസ് 273. ഒരു എക്സാമ്പിൾ നോക്കുക. എക്സാമ്പിൾ 1 നോക്കുക. കൺവേർട്ട് 25 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ടു കെൽവിൻ സ്കെയിൽ. 25 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ് തന്നിരിക്കുന്നത്. അതിനെ കെൽവിൻ സ്കെയിലായിട്ട് മാറ്റണം. സോ കെ, ദാറ്റ് ഇസ് കെൽവിൻ സ്കെയിലിലേക്കുള്ള ഫോർമുല എന്തായിരുന്നു? ഡിഗ്രി സെൻറ്റിഗ്രേഡ് പ്ലസ് 273. ഇനി ഡിഗ്രി സെൻറ്റിഗ്രേഡ് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. എത്രയായിരുന്നു? 25 ഡിഗ്രി സെൻറ്റിഗ്രേഡ് പ്ലസ് 273. ഫോർമുലയിലുള്ള പോലെ തന്നെ തന്നിരിക്കുന്ന ഡിഗ്രി സെൽഷ്യസിലുള്ള ആ ടെമ്പറേച്ചർ, ദാറ്റ് ഇസ് 25 ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273 വിൽ ബി ഈക്വൽ ടു എത്രയാണ്? 298 കെൽവിൻ. എന്ന് വെച്ചാൽ 25 ഡിഗ്രി സെൽഷ്യസ്, 25 ഡിഗ്രി സെൽഷ്യസ് വിൽ ബി ഈക്വൽ ടു 298 കെൽവിൻ. എപ്പോഴും ഓർത്തിരിക്കേണ്ടത് എന്താണ്? പിന്നെയും പറയുന്നത് അത് ബൈഹാർട്ടായി പഠിക്കാൻ വേണ്ടിയിട്ടാണ്. കെൽവിൻ്റെ സെൽഷ്യസിൻ്റെയും കൺവേർട്ട് ചെയ്യാനുള്ള ഫോർമുലാസ് പഠിച്ചു വയ്ക്കുക. ഇവിടെ കെൽവിൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കെൽവിൻ സ്കെയിലുള്ള ടെമ്പറേച്ചർ കണ്ടുപിടിക്കണം. ഡിഗ്രി സെൽഷ്യസിലുള്ള ടെമ്പറേച്ചർ തന്നിട്ടുണ്ടാവും. സോ ഫോർമുല വിൽ ബി കെൽവിൻ ഈക്വൽ ടു ഡിഗ്രി സെൻറ്റിഗ്രേഡ് പ്ലസ് 273. എക്സാമ്പിൾ 2 നോക്കുക. കൺവേർട്ട് 373 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ടു കെൽവിൻ സ്കെയിൽ. ഇവിടെ നമുക്ക് ഡിഗ്രി സെൽഷ്യസിൽ ഒരു ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. അത് എത്രയാണ്? 373 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്. അതിനെ എന്തായിട്ട് മാറ്റണം? കെൽവിൻ സ്കെയിലിലേക്ക് മാറ്റണം. കെൽവിൻ സ്കെയിലിലേക്ക് മാറ്റാൻ നമുക്ക് ആദ്യം തന്നെ എന്ത് വേണം? ഒരു ഫോർമുല ഉണ്ട് എന്ന് മനസ്സിലാലോചിച്ചു. അതെന്തായിരുന്നു? കെ വിൽ ബി ഈക്വൽ ടു, ദാറ്റ് ഇസ് കെൽവിൻ ദ ടെമ്പറേച്ചർ കിട്ടാനുള്ളത്, ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഡിഗ്രി സെൻറ്റിഗ്രേഡ് പ്ലസ് 273. തന്നിരിക്കുന്ന ഡിഗ്രി സെൻറ്റിഗ്രേഡിലുള്ള ടെമ്പറേച്ചർ എത്രയാണോ അത് പ്ലസ് 273 ചെയ്യുക. ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എത്രയാണ്? 373 ഡിഗ്രി സെൽഷ്യസ് ആണ്, അല്ലെങ്കിൽ 373 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്. പ്ലസ് 273 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരമാണ് എന്ത്? 646 കെൽവിൻ. 646 കെൽവിൻ. സോ ദ ആൻസർ വിൽ ബി 646 Kelvin. 373 degrees Celsius will be equal to or equivalent to 646 Kelvin.